നമസ്കാരം. 2025 മെയ് മാസം 20 ചൊവ്വാഴ്ച ദിവസം ചില നാളുകാർക്ക് കുടുംബസ്വത്തൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്വർണം വാങ്ങിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസവുമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ എന്നുള്ളത് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഇതിനുള്ള യോഗമുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ചൊവ്വാഴ്ച ദിവസം സമ്പത്ത്, ബന്ധുക്കൾ, സുഖം, മാതൃസുഖം എന്നിവ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് വന്നു ചേരുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചോളം മേടക്കുറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം കുറവായിരിക്കും, ധനപരമായ നേട്ടം കുറവായിരിക്കും, മാതൃസുഖം ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണമെന്നില്ല, സുഖാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. സ്ത്രീകൾക്ക് അടിമപ്പെട്ട് അധീനരായിട്ട് ജീവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മനക്ലേശം വിട്ടുമാറാത്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും മേടക്കുറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വരുവാൻ സാധ്യത. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊരു പക്ഷെങ്കിൽ ബാധകമല്ലെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനിയും ഇടവക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സുഖവും സമ്പത്തും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. രോഗങ്ങളൊന്നും വന്നു ചേരത്തില്ല. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. ശത്രുക്കൾക്ക് ഇവരെ തോൽപ്പിക്കുവാൻ കഴിയാത്തൊരു ദിവസം, ഇവർക്ക് പരാക്രമ ബുദ്ധി ഉണ്ടാകുന്ന ദിവസം, ആരെയും അടിച്ചു വീഴ്ത്തുന്ന ദിവസം. വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ട് പോലും ഇവർ ആരെയും കീഴ്പ്പെടുത്തുന്നൊരു ദിവസമായിരിക്കുമെന്നാണ് ഈ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്കുള്ള നേട്ടമായിട്ട് വന്നു ചേരുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ഇടവക്കുറുകാരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറി. അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അവർക്ക് തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ശനി ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനുമായിട്ട് കൂടിച്ചേരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇനിയിപ്പോൾ ഇടവക്കുറുകാർക്ക് പ്രതീക്ഷിക്കാൻ. തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി തൊഴിൽ പുരോഗതി ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭകരമായ അനുഭവത്തെ കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് മിഥുനക്കുറുകാരുടെ കാര്യമാണ്. മിഥുനക്കുറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുക്കളെ ജയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും രോഗങ്ങളൊന്നും അവർക്ക് ഒരു ഭീഷണിയായി മാറാത്ത ജീവിത സാഹചര്യം വന്നു ചേർന്നാലും ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് മിഥുനക്കുറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസം ഏതൊരു കാര്യത്തിലും ഏർപ്പെടുക. സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഒരു മിതത്വം വേണം. കാരണം വാക്കു പോയാൽ, നാക്കു പോയാൽ ചിലപ്പോൾ ജീവിതം കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ആയിത്തീരും, ശത്രുതയിലായിത്തീരും. പക്ഷേ ശത്രുത വന്നാലും അതൊന്നും വകവയ്ക്കാതെ ഇവർ മുമ്പോട്ട് പോകും. രോഗം വന്നാലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. എത്ര ധനമുണ്ടായാലും തികഞ്ഞു പറ്റണമെന്നില്ല എന്നിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. എന്നാൽ ചിലർക്ക് നേട്ടങ്ങളും ഉണ്ടാകാം. സ്വർണ്ണമൊക്കെ വാങ്ങിക്കുവാൻ കഴിയുന്ന ദിവസമായിരിക്കും. കുടുംബസ്വത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നേക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള നല്ല അനുഭവങ്ങളും വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളും വരാം. പക്ഷെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളായിട്ട് മാറുവാനും സാധ്യതയുണ്ട്. വന്നു ചേരുന്ന അനുഭവങ്ങളൊക്കെ തട്ടിപ്പോകുവാൻ, അല്ലെങ്കിൽ അത് കയ്യിലെത്താതെ നഷ്ടപ്പെട്ടു പോകാൻ ഭാഗ്യക്കേടുകളായിട്ട് മാറുവാനും സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും തടസ്സമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ശരീരത്തിൽ മുറിവോ വ്രണമോ ഒക്കെ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം.
ഭാര്യാസംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ഭാര്യയാണെങ്കിൽ ഭർത്താവിന്, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക്, അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവരകന്ന് താമസിക്കുവാനോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ ഏതെങ്കിലും വിഷയത്താലൊക്കെ ഭാരപ്പെടുവാനോ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ തല, കണ്ണ് എന്നീ അവയവങ്ങളിൽ രോഗമുണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവുമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് തരക്കേടില്ലാതെ വന്നു ചേരും, അതൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ചില കാര്യങ്ങളിൽ, ഭാര്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലേശമുണ്ടാകും. തല, കണ്ണെന്നിങ്ങനെ ഉള്ള അവയവങ്ങളിൽ രോഗമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേത്രരോഗം വന്നു ചേരാം, അലസതയുണ്ടാകാം, ഭാര്യാസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, രോഗത്താൽ ഭാരപ്പെടാം, ധനം തികയാത്ത അവസ്ഥ വരാം, ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അന്യദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. സകല കാര്യങ്ങളും നഷ്ടസാധ്യതയാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞ് ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു നേട്ടം വന്നു ചേരാതെ പോകുന്നു. നീചമായ അനുഭവങ്ങളാണ് ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ തരക്കേടില്ലാത്ത നേട്ടങ്ങളും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ പുത്രഗുണവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ പുത്രന്മാർക്ക് വേണ്ടിയതൊന്നും ഇവർ കൊടുക്കത്തുമില്ല, പുത്രന്മാരെ ദുഃഖിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സുഖാനുഭവങ്ങളൊക്കെ അവരെ വന്നു ചേരും. സുഖാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുകയൊക്കെ ചെയ്യും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. സൂക്ഷിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി കലഹമോ അഭിപ്രായ വ്യത്യാസമോ കടം, ശത്രുത എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുത ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരത്തില്ല. എന്നാൽ നേട്ടങ്ങൾ തന്നെ വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ മാറും. കുറേ മാസങ്ങൾ, 2-3 മാസമൊക്കെ കഴിയണം. 3-4 മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ളൊരു നേട്ടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ, ബിസിനസ് ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ധനപരമായ വിഷയമാകട്ടെ, അതൊക്കെ വിജയസാധ്യത കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. നീചമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുവാൻ അനുകൂലമായൊരു ദിവസമാണ്. ധനവും പ്രതാപവും ഒക്കെ ഉണ്ടാകും. എവിടെയും വിജയം കൈവരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വ്യവഹാരം സംബന്ധിച്ചുള്ള കേസുകളൊക്കെ അല്ലെങ്കിൽ വ്യവഹാരം സംബന്ധിച്ച് ജയമുണ്ടാകുവാനൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തുലാക്കൂറുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാലും ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഹോദര സഹായം ലഭിക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും ഒരു പ്രത്യേകത നിറഞ്ഞ അനുഭവമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സഹോദര സഹായം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗത്തിൽ ഒരുപക്ഷെ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ഉയർച്ച സംബന്ധമായിട്ടുള്ളൊരു അറിയിപ്പ് കിട്ടിയാൽ പോലും ചിലപ്പോൾ അത് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ അനുകൂലമായി വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടായാൽ പോലും പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനോ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ഉണ്ടാകുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ
ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ദിവസമാണ്. ബന്ധുക്കളൊക്കെ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്വന്തക്കാരും സുഹൃത്തുക്കളുമൊക്കെ വഞ്ചിക്കുവാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സഹകരിക്കുമ്പോൾ സൂക്ഷിക്കണം. വഞ്ചനയിൽ പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഒരുപക്ഷെ മറന്നു പോകും. അപ്പോൾ ധനുക്കൂറുകാർ സുഹൃത്തുക്കളുമായിട്ട് സഹകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചതിവിലും വഞ്ചനയിലും അകപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. സുഹൃത്തുക്കളും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് സഹകരിക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമല്ല. കണ്ടകശനിയുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനി 4 ശനി നിൽക്കുന്നു. കണ്ടകശനിയാണ്. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഗ്രഹസ്ഥിതികളും ദോഷം ചെയ്യുന്ന അനുഭവത്തിലേക്ക് ഈ ജാതകരെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ദോഷാനുഭവങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാര്യ ദുഃഖം, ഭാര്യ ക്ലേശം അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ചിലർ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയുമായിട്ട് കലഹം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ നേട്ടമുള്ളൊരു ദിവസമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നാളത്തെ ചൊവ്വാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരെയും കൂസാതെ ഏത് കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു ദിവസമായിരിക്കും. കീർത്തിയും പ്രഭുത്വവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. വലിയ ഒരു മെച്ചപ്പെട്ട തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിലും തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടം കുംഭക്കൂറുകാർക്ക് അനുഭവത്തിൽ വന്നിരുന്നത് തൊഴിൽപരമായിട്ടുള്ളൊരു വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആരെയും കൂസാതെ ഏത് കാര്യവും ചെയ്ത് വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണെന്ന് പറയുന്നു. കീർത്തിയും പ്രഭുത്വവും, അങ്ങനെ വിജയം കൊണ്ട് കീർത്തിയും പ്രഭുത്വവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സ്വർണം വാങ്ങിക്കാൻ പറ്റും, കുടുംബസ്വത്ത് ലഭിച്ചെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുത്രഭാഗ്യം വേണ്ടുവോളം ഉണ്ടാകണമെന്നില്ല. മാതൃസുഖം വേണ്ടുവോളം ഉണ്ടാകണമെന്നില്ല. സുഖം, ധനം എന്നിവയിൽ കുറവുണ്ടാകും. അസൂയ ഉള്ളവരായി മാറുവാൻ സാധ്യതയുണ്ട്. മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകളാണെങ്കിൽ, ഗർഭിണികളാണെങ്കിൽ ഗർഭം അലസിപ്പോകാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മീനക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളതാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് സ്വർണം വാങ്ങിക്കാൻ പറ്റുക, കുടുംബസ്വത്ത് വന്നു ചേരുക, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക, രാജപ്രീതി, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക, ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.